അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെ യാത്ര വീണ്ടും മാറ്റിവെച്ചു. റോക്കറ്റിന് സാങ്കേതിക തകരാറുണ്ട് എന്ന രീതിയിലുള്ള സൂചന വരുന്നു. റോക്കറ്റിലെ ലിക്വിഡ് ഓക്സിജൻ ചോർച്ചയെ തുടർന്നാണ് ഈ തീരുമാനമെന്നാണ് ഞങ്ങളുടെ അമേരിക്കൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ദൗത്യത്തിൻ്റെ പുതിയ തീയതി ഉടൻ അറിയിക്കുമെന്ന് ആക്സിയം സ്പേസ് കമ്പനി അറിയിച്ചു. അപ്പോൾ എന്തായാലും ആക്സിയം 4ൻ്റെ ഇന്നത്തെ യാത്ര മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു. യഥാർത്ഥത്തിൽ ഈ സ്പേസ് എക്സിൻ്റെ പ്രവർത്തനങ്ങൾ ഡീകമ്മീഷൻ ചെയ്യുമെന്നുള്ള ഭീഷണി നിലനിൽക്കെയാണ് ഈ ദൗത്യമെന്ന് പുറപ്പെടാനിരുന്നത്. അപ്പോൾ വീണ്ടും തടസ്സം വന്നിരിക്കുന്നു. സാങ്കേതിക തകരാറെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കൈൻ. സാങ്കേതിക തകരാറ് മാത്രമല്ല, പ്രതികൂല കാലാവസ്ഥയും ഈ റോക്കറ്റിൽ അവസാന നിമിഷം എസ്കൈൻ പറഞ്ഞതുപോലെ കണ്ടെത്തിയ ലോക്സ് ലീക്ക് അഥവാ ലിക്വിഡ് ഓക്സിജൻ ലീക്ക് കാരണമാണ് ഇപ്പോൾ ഈ ദൗത്യം മാറ്റിവെച്ചിരിക്കുന്നത്. ഫ്ലോറിഡയിൽ കനത്ത മഴയായിരുന്നു ഇന്ന് ഉച്ചവരെ. അത് മാത്രമല്ല, ഈ വരും ദിവസങ്ങളിലും കാലാവസ്ഥയും അത്ര അനുകൂലമല്ല എന്നൊരു വിലയിരുത്തലുമുണ്ട്. ഈ സ്വകാര്യ ധനസഹായത്തോടെയുള്ള ഒരു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള നാസ സ്പേസ് എക്സ് സംയുക്ത ദൗത്യമായിരുന്നു ഈ ആക്സിയം 4. ഇതിൽ 4 ക്രൂ അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ ഇന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരം 5:30 കൂടിയായിരുന്നു ഈ ദൗത്യം നടത്താനായിട്ടിരുന്നത്. നേരത്തെ ചൊവ്വാഴ്ചയായിരുന്നു ഈ വിക്ഷേപണത്തിനായി ആദ്യം തീരുമാനിച്ചത്. എന്നാൽ ഫ്ലോറിഡയിൽ അന്ന് ശക്തമായ കാറ്റ് വീശിയത് കാരണമാണ് പിന്നീട് ഇന്നത്തേക്ക് മാറ്റിയത്. ആക്സിയം 4 എന്നറിയപ്പെടുന്ന ഈ ദൗത്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമായിരുന്നു. ഇതില് ബഹിരാകാശ യാത്രിക പെഗി വിറ്റ്സൺ ആണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. അവർ നമുക്കറിയാം, ഇതിനകം തന്നെ ഏതാണ്ട് 675 ദിവസത്തോളം ബഹിരാകാശത്ത് ചെലവഴിച്ച് വലിയ റെക്കോർഡ് സൃഷ്ടിച്ചതാണ്. വേറെ ഒരു അമേരിക്കൻ ബഹിരാകാശ യാത്രികനെക്കാട്ടിലും കൂടുതൽ നമുക്കേറെ അഭിമാനിക്കാവുന്ന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ISROയിലെ ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയും പൈലറ്റായി ദൗത്യത്തോടൊപ്പം ഉണ്ടാകും. 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശത്തെത്തുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞത്. ഈ 4ാമത്തെ ആക്സിയം സ്പേസ് ദൗത്യമായിരുന്നു ഇന്ന് നടക്കേണ്ടിയിരുന്നത്. ഫാൽക്കൺ 9 റോക്കറ്റാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 99.4 സക്സസ് റേറ്റ് ആണ് ഈ ഫാൽക്കൺ 9 റോക്കറ്റിനുള്ളത്. അതായത് 497 പ്രാവശ്യവും ഇതിൽ 494 വിജയകരമായി ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഇതോട് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. SK. താങ്ക് യു മധു കൊട്ടാരക്കര. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് മധു പങ്കുവച്ചത്. ഇന്ന് ദൗത്യം മാറ്റിവെച്ചു. ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് ഉദിക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. ഈ യാത്രയാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. സാങ്കേതിക തകരാറും പ്രതികൂലമായ കാലാവസ്ഥയുമാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. എന്നാൽ ഈ നമ്മുടെ ഒരു സ്പേസ് എക്സിൻ്റെ എലോൺ മസ്കും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള ചങ്ങാത്തത്തിൻ്റെ കാലം അവസാനിച്ചു എന്ന സൂചന വരുമ്പോൾ ഇതൊക്കെ നമുക്ക് പലതുമായും കൂട്ടി വായിക്കേണ്ടി വരും. എന്നാലും നമ്മൾ പേടിക്കേണ്ട.